നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ സിനിമകളിലെ വളരെ ഫാൻ ബേസ് ഉള്ള ഈ ക്യാരക്ടേഴ്സ് എല്ലാം ഇപ്പോൾ എവിടെയാണ് എന്നുള്ളതാണ്. ലിസ്റ്റിലായിത്തീർന്നു 2007 പുറത്തിറങ്ങിയ താരെ സമീൻ പർ എന്ന സിനിമയാണ്. ആ വർഷത്തെ തന്നെ വലിയൊരു വിജയം നേടിയ മികച്ച സിനിമയായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു സിനിമ സ്കൂളിൽ പഠിക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും. ഒട്ടുമിക്ക സ്കൂളുകളിലും കുട്ടികളെ കാണിക്കുന്നതിന് വേണ്ടി പല സിനിമകൾ ഇടാറുണ്ട്. അതിലൊന്നാണ് ഈ ഒരു സിനിമ. ഈ ഒരു സിനിമ നിങ്ങൾ സ്കൂളിലാണോ അതോ വീട്ടിലാണോ കണ്ടത് എന്നുള്ളത് ഉറപ്പായും കമന്റ് ചെയ്യണം. താരെ സമീൻ പറിലെ ഈ ഒരു കുട്ടിയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. വളരെ മികച്ച പെർഫോമൻസ് ആയിരുന്നു. ഈ ഒരു കുട്ടിയുടെ യഥാർത്ഥ പേര് ദർശീൽ സഫറി എന്നാണ്. താരെ സമീൻ പർ സിനിമ ഇറങ്ങിയത് 2007 ഇപ്പോൾ 18 വർഷമായി. ഈ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ദർശീലിന്റെ പ്രായം വെറും 9 വയസ്സായിരുന്നു. ഇന്ന് ഇദ്ദേഹത്തിന് 27 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ നമുക്ക് ദർശീലിനെ കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് ദർശീൽ സഫാരി. താരെ സമീൻ പറിന് ശേഷം അധികം സിനിമകളിലൊന്നും ദർശീൽ വന്നിട്ടില്ല. പക്ഷെ നിലവിൽ ചെറിയ സിനിമകളിലും വെബ് സീരീസിലും വളരെ ആക്റ്റീവാണ് ഇദ്ദേഹം. അടുത്തത് അധികം പഴക്കമുള്ള ഒരു സിനിമയല്ല. ആ ഒരു സിനിമയാണ് ഖൈദി സിനിമ. ഖൈദിയിൽ അഭിനയിച്ച ഈ ഒരു കുട്ടിയുടെ പേരാണ് മോണിക്ക ശിവ. ഈ ഒരു കുട്ടിയുടെ ആദ്യത്തെ സിനിമ അത് വിജയണ്ണന്റെ ഭൈരവ സിനിമയാണ്. രാക്ഷസ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഖൈദി സിനിമയിൽ അഭിനയിക്കുമ്പോൾ മോണിക്കയുടെ പ്രായം 9 വയസ്സായിരുന്നു. ഖൈദിക്ക് ശേഷം നമ്മൾ കണ്ടത് വിക്രം സിനിമയിലാണ്. വിക്രമിലേക്ക് വന്നപ്പോൾ മോണിക്ക അത്യാവശ്യം വളർന്നിട്ടുണ്ട്. നിലവിൽ 14 വയസ്സ് പ്രായമാണ്. അപ്പോൾ ഇതാണ് മോണിക്ക ശിവ. ഖൈദി 2 സിനിമ ഇറങ്ങുമ്പോഴേക്കും 15-16 വയസ്സായിരുന്നു വരെ. സോഷ്യൽ മീഡിയാസിലെല്ലാം എപ്പോഴും വളരെ ആക്റ്റീവാണ് മോണിക്ക ശിവ. അടുത്തത് ബേബീസ് ഡേ ഔട്ട് എന്ന സിനിമയാണ്. വളരെ വലിയൊരു വിജയം നേടിയ മികച്ച കോമഡി സിനിമയാണ്. ഈ ഒരു സിനിമ കൊച്ചു ടിവിയിലും വന്നിട്ടുണ്ട്. കൊച്ചു ടിവിയിൽ കണ്ടിട്ടുള്ളവർ ഉറപ്പായും കമന്റ് ചെയ്യുക. ഈ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ കുട്ടിയുടെ പ്രായം 1 വയസ്സായിരുന്നു. ഇന്ന് 31 വർഷങ്ങൾ കഴിഞ്ഞു. 94 ഇറങ്ങിയ സിനിമയാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു കുട്ടിയല്ല, 2 ട്വിൻ ബ്രദേഴ്സാണ്. ഈ ഒരു സിനിമയിലെ പല സീനുകളിലും കുട്ടിയെ കൂടാതെ ഡ്യൂപ്പായി റോബോട്ടിനെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുട്ടികളെ കണ്ടിട്ട് വരാം. ഇതാണ് ആ 2 കുട്ടികൾ. ഇന്ന് 32 വയസ്സ് പ്രായമുണ്ട്. അടുത്തത് യോധ എന്ന സിനിമയിലെ ഈ ഒരു പയ്യനാണ്. ഇദ്ദേഹമാണ് സിദ്ധാർത്ഥ് ലാമ. ഇദ്ദേഹത്തിന് ഇന്ന് 39 വയസ്സ് പ്രായമാണ്. അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് സിദ്ധാർത്ഥ് ലാമ. അടുത്തത് സിനിമയല്ല, കുട്ടിച്ചാത്തൻ എന്ന സീരിയലിലെ കുട്ടിച്ചാത്തൻ ക്യാരക്ടറായി അഭിനയിച്ച ഈ ഒരു കുട്ടിയാണ്. ഈ ഒരു കുട്ടി യഥാർത്ഥത്തിൽ നടൻ നീരജ് മാധവിന്റെ അനിയനായിരുന്നു. ഈ ഒരു കുട്ടിയാണ് നവനീത് മാധവ്. അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തെ ഒന്ന് കണ്ടിട്ട് വരാം. ഇതുപോലെ ഈ സീരിയലിൽ തന്നെ ഷെയ്ൻ നിഗവും ഉണ്ടായിരുന്നു. അടുത്തത് ടെർമിനേറ്റർ എന്ന വേൾഡ് ഫേമസ് സിനിമയിൽ ജോൺ കോർണറായി അഭിനയിച്ച ഈ ഒരു പയ്യനാണ്. ടെർമിനേറ്റർ 2 എന്ന സിനിമ 91 പുറത്തിറങ്ങിയത്. ഈ ഒരു കുട്ടിയുടെ യഥാർത്ഥ പേര് എഡ്വാർഡ് ഫർലോങ് എന്നാണ്. ടെർമിനേറ്ററിൽ അഭിനയിക്കുമ്പോൾ വെറും 13 വയസ്സായിരുന്നു പ്രായം. അപ്പോൾ നമുക്ക് ഈ ഒരു കുട്ടിയെ കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് എഡ്വാർഡ് ഫർലോങ്. ഇന്ന് 47 വയസ്സ് പ്രായമുണ്ട്. അടുത്തത് ഒരു നടനല്ല, എങ്കിലും ഭൂരിഭാഗം സിനിമയിലും ഇദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇദ്ദേഹത്തെ കണി കാണാതെ സിനിമ തുടങ്ങാറുണ്ടായിരുന്നില്ല. ഇദ്ദേഹമാണ് ക്രിക്കറ്റ് കോച്ചായ രാഹുൽ ദ്രാവിഡ്. ഈ ഒരു പരസ്യം തുടർച്ചയായി 9 വർഷങ്ങൾ നമ്മൾ കണ്ടു. അടുത്ത കാലത്തായിരുന്നു ഈ ഒരു പരസ്യം ചേഞ്ച് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തെ ഒന്ന് കണ്ടിട്ട് വരാം. ഇദ്ദേഹത്തിന് ഇന്ന് 51 വയസ്സ് പ്രായമുണ്ട്. അടുത്തത് CID മൂസ സിനിമയാണ്. CID മൂസ സിനിമയിൽ നായകനോടൊപ്പം തന്നെ ഫാൻ ബേസ് ഉള്ള മറ്റൊരു ക്യാരക്ടറാണ് അർജുൻ എന്ന ഡോഗ് ക്യാരക്ടർ. CID മൂസ സിനിമ 2003 പുറത്തിറങ്ങിയത്. ഇന്ന് 21 വർഷം കഴിഞ്ഞു. അർജുൻ ഒരു ജർമ്മൻ ഷിപ്പേർഡ് പട്ടിയാണ്. ഒരു ജർമ്മൻ ഷിപ്പേർഡ് പട്ടിയുടെ ആവറേജ് ലൈഫ് സ്പാൻ 9 മുതൽ 13 വർഷമാണ്. ഈ ഒരു ഡോഗ് യഥാർത്ഥത്തിൽ CID മൂസ സിനിമ ഇറങ്ങിയ ആ ഒരു ടൈമിൽ തന്നെ മരണപ്പെട്ടിരുന്നു. CID മൂസയിൽ തന്നെ ഈ ഒരു ഡോഗിന് അത്യാവശ്യം ഏജ് ആയിട്ടുണ്ടായിരുന്നു. CID മൂസയ്ക്ക് ശേഷം ഒരു തമിഴ് സിനിമയിലും അർജുൻ ലാസ്റ്റായി അഭിനയിച്ചിരുന്നു. അടുത്തത് ഹോം അലോൺ എന്ന സിനിമയാണ്. 92 ഹോം അലോൺ 2 സിനിമ പുറത്തിറങ്ങിയത്. ഈ ഒരു സിനിമയും പണ്ട് കൊച്ചു ടിവി പലതവണ വന്നിട്ടുണ്ട്. വേൾഡ് ഫേമസ് ആയ ഒരു സിനിമയാണ്. ഈ ഒരു സിനിമയിൽ കെവിൻ എന്ന ക്യാരക്ടറെ അവതരിപ്പിച്ചത് മക്കാലെ കുലുക്കിൻ എന്ന നടനാണ്. ഈ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ വെറും 10 വയസ്സായിരുന്നു പ്രായം. ഇന്ന് 44 വയസ്സ് പ്രായമുണ്ട്. നിങ്ങൾ ഒരു പക്ഷേ ഇൻസ്റ്റയിലൂടെ കണ്ടിട്ടുണ്ടാവും. അടുത്ത കാലത്ത് ഈ ഒരു സിനിമയുടെ റീയൂണിയൻ വെച്ചിരുന്നു. അപ്പോൾ ഇതാണ് മക്കാലെ കുലുക്കിൻ. വളരെ ആക്റ്റീവായ നടനാണ് ഇദ്ദേഹം. ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചു. അടുത്തത് സ്റ്റുവർട്ട് ലിറ്റിൽ എന്ന സിനിമയാണ്. ഈ ഒരു സിനിമയും കൊച്ചു ടിവി പലതവണ വന്നിട്ടുണ്ട്. ഈ ഒരു സിനിമ പുറത്തിറങ്ങിയത് 2002 ഈ ഒരു സിനിമയിലെ ഈ ഒരു കുട്ടിയുടെ പേര് ജോനാഥൻ ലിപ്നിക്കി എന്നായിരുന്നു. ഇന്ന് 34 വയസ്സ് പ്രായമുണ്ട്. നമുക്ക് ഈ ഒരു കുട്ടിയെ കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് ജോനാഥൻ ലിപ്നിക്കി. നമുക്കിനി ഡാഡി ക്യാരക്ടറായി നോക്കാം. ഡാഡി ക്യാരക്ടറായി അഭിനയിച്ചത് ഹ്യൂജ് ലോറി എന്ന നടനാണ്. അടുത്തത് മമ്മി ക്യാരക്ടറാണ്.
അടുത്തത് മാർത്ത ക്യാരക്ടറാണ്. അടുത്തത് കരാട്ടെ കിഡ് എന്ന സിനിമയാണ്. കരാട്ടെ കിഡിൽ അഭിനയിച്ചത് വിൽ സ്മിത്തിന്റെ മകനായ ജേഡൻ സ്മിത്ത് ആണ്. കരാട്ടെ കിഡിൽ അഭിനയിക്കുമ്പോൾ ജേഡൻ സ്മിത്തിന്റെ പ്രായം വെറും 11 വയസ്സാണ്. ഈ ഒരു സിനിമ 2010 പുറത്തിറങ്ങി. ഇന്ന് ജേഡൻ സ്മിത്തിന് 26 വയസ്സ് പ്രായം. കരാട്ടെ കിഡിൽ മാത്രമല്ല, വിൽ സ്മിത്തിന്റെ ഒപ്പം പല ഹോളിവുഡ് സിനിമയിലും ജേഡൻ സ്മിത്ത് അഭിനയിച്ചിട്ടുണ്ട്, ഇപ്പോഴും അഭിനയിക്കുന്നു. അടുത്തത് കരാട്ടെ കിഡിലെ തന്നെ വില്ലൻ ചെക്കനാണ്. ഇദ്ദേഹവും ഇപ്പോൾ പുതിയ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അടുത്തത് കരാട്ടെ കിഡിലെ നടിയാണ്. അടുത്തത് നടനല്ല, നമ്മൾ പണ്ട് മുതലേ കാണുന്ന ഈ ഒരു മൊട്ടത്തലേനാണ്. കൊച്ചു ടിവിയിൽ നമ്മൾ ഇദ്ദേഹത്തെ എപ്പോഴും കാണുമായിരുന്നു. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഓയിസ്റ്റൻ ക്രിസ്ത്യൻസൺ എന്നാണ്. ഈ ഒരു ഷോ ആരംഭിച്ചത് 2010-ലാണ്. ഇദ്ദേഹത്തിന് ഇപ്പോൾ 59 വയസ്സുണ്ട്. അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തെ കണ്ടിട്ട് വരാം. ഇദ്ദേഹം ഇപ്പോഴും ഈ ഒരു ഷോയുടെ പുതിയ സീസണുകൾ ഇറക്കുന്നുണ്ട്, പുതിയ TV ഷോസും ഇറക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയാസിൽ നല്ല ആക്റ്റീവാണ്. അടുത്തത് നമ്മുടെ മേഡാണ്. ഒരുപക്ഷെ ഇദ്ദേഹമായിരിക്കാം നമ്മുടെ എല്ലാവരുടെയും ആദ്യത്തെ ഡ്രോയിങ് ടീച്ചർ, അല്ലെങ്കിൽ ഓയിസ്റ്റൻ ക്രിസ്ത്യൻസൺ ആയിരിക്കാം. മേഡ് പുറത്തിറങ്ങിയത് 2005-ലാണ്. ഏകദേശം 2010 വരെ ഈ ഒരു ഷോ പോഗോയിലുണ്ടായിരുന്നു. ഈ ഒരു വ്യക്തിയുടെ യഥാർത്ഥ പേര് ഹരുൺ റോബർട്ട് എന്നാണ്. അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തെ കണ്ടിട്ട് വരാം. ഇദ്ദേഹത്തിന് ഇപ്പോൾ 44 വയസ്സ് പ്രായമുണ്ട്. മേഡ് സ്റ്റഫ് വിത്ത് റോബ് എന്ന 2.5 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള പുതിയൊരു യൂട്യൂബ് ചാനലും ഇദ്ദേഹത്തിനുണ്ട്. സോഷ്യൽ മീഡിയാസിലും വളരെ ആക്റ്റീവാണ്. അടുത്തത് പോഗോയിൽ തന്നെയുള്ള FAQ എന്ന പ്രോഗ്രാമാണ്. ഈ ഒരു ഷോ പുറത്തിറങ്ങിയത് 2005 തന്നെയാണ്. ഈ ഒരു വ്യക്തിയുടെ പേര് പ്രതീക് എന്നായിരുന്നു. സയൻസിനോടൊപ്പം തന്നെ ക്രാഷ് എന്ന റോബോട്ട് ക്യാരക്ടറിന്റെ ഫൺ എലമെന്റ്സുമുള്ള വളരെ വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമാണ്. ഈ ഒരു ഷോയും 2010 ടൈം വരെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തെ കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് പ്രതീക് സതി. ഇദ്ദേഹം നിലവിൽ ഇപ്പോൾ ഫിലിം പ്രൊഡ്യൂസറാണ്. ആനിമേറ്റഡ് മൂവീസും ഉണ്ടാക്കുന്നുണ്ട്. ഇദ്ദേഹത്തിനും ഒരു യൂട്യൂബ് ചാനലുണ്ട്. സോഷ്യൽ മീഡിയാസിലെല്ലാം ഇദ്ദേഹവും വളരെ ആക്റ്റീവാണ്. അടുത്തത് കൊച്ചു ടിവിയിലുണ്ടായിരുന്ന ഹന മൊണ്ടാന എന്ന പ്രോഗ്രാമാണ്. ഈ ഒരു പ്രോഗ്രാം ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ ഡിസ്നി കമ്പനിയാണ്. ഇതിൽ ഹന മൊണ്ടാനയായി അഭിനയിച്ചത് മിലി സിറസ് എന്ന നടിയാണ്. ഇപ്പോൾ 31 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ നമുക്ക് മിലി സിറസിനെ കണ്ടിട്ട് വരാം. മിലി സിറസ് ഒരു അമേരിക്കൻ നടിയും ഒരു സിംഗറും കൂടിയാണ്. അടുത്തത് ഈ ഒരു കുട്ടിയാണ്. ഈ ഒരു മെമ്മിന്റെ പേര് സക്സസ് കിഡ് എന്നാണ്. 2007-ൽ ഈ ഒരു കുട്ടിയുടെ അച്ഛൻ ബീച്ചിൽ വെച്ച് വെറുതെ എടുത്തൊരു ഫോട്ടോയാണ്. പിന്നീട് ഈ ഫോട്ടോ സോഷ്യൽ മീഡിയാസിൽ വലിയ രീതിയിൽ വൈറലായി. സാമി ഗ്രീനർ എന്നാണ് ഈ ഒരു കുട്ടിയുടെ യഥാർത്ഥ പേര്. 2015-ൽ ഈ ഒരു കുട്ടിയുടെ അച്ഛന് കിഡ്നി ഫെയിലിയർ വന്നിരുന്നു. ഹോസ്പിറ്റലിലെ മുഴുവൻ ചെലവും ഈ ഒരു കുട്ടിയിലൂടെ ലഭിച്ചിരുന്നു. ഈ ഒരു മെമ്മ യൂസ് ചെയ്യാൻ പല പരസ്യ കമ്പനികളും വലിയൊരു തുക നൽകി. അടുത്തത് ഹാരി പോട്ടർ സിനിമയാണ്. ഹാരി പോട്ടറിലെ കാസ്റ്റ് നമുക്ക് നോക്കാം. Can't be a wizard. This is acting, guys. This is what we all need to be working towards. Well, it's not very good, is it? Hermione made complete sense to me. Then we play. I pulled it off. Not a lot of people could pull it off. Have it your way then. I think he even said it's a mic, duh.